ഹലോ എല്ലാവർക്കും ഫേമസ് സ്റ്റുഡിയോസിന്റെ മറ്റൊരു പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. എൻ്റെ പേര് ആനന്ദ്. ഇത് ബ്ലെൻഡർ മേഡ് ഈസി എന്ന സീരീസിന്റെ 5ാമത്തെ എപ്പിസോഡാണ്. ഈ ഒരു വീഡിയോ നിങ്ങളെ റാൻഡം ആയിട്ട് വന്ന് കാണുകയാണെങ്കിൽ ഈ സീരീസിന്റെ തുടക്കം തൊട്ട് കാണാൻ വേണ്ടി ഞാൻ ഹൈലി റെക്കമെൻഡ് ചെയ്യും. അപ്പോൾ നിങ്ങൾ ഈ ഒരു വീഡിയോ സീരീസ് ഫോളോ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ബ്ലെൻഡറിലെ മെറ്റീരിയൽസ് എങ്ങനെ ആഡ് ചെയ്യാമെന്നാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞുതരാൻ പോകുന്നത്. അപ്പോൾ മെറ്റീരിയൽസ് ആഡ് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ ചെയ്യേണ്ട വേറൊരു കാര്യമുണ്ട്. ഇപ്പോൾ നമ്മൾ ഈ ഒരു ഒബ്ജക്റ്റ് മൂവ് ചെയ്യുകയാണെന്ന് വിചാരിക്കുക. ഇപ്പോൾ കാർ ബോർഡ് സെലക്ട് ചെയ്ത് നമ്മൾ ഇങ്ങനെ മൂവ് ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും വീൽസ് അങ്ങോട്ടും ഇങ്ങോട്ടും സ്ട്രേഞ്ച് ആയിട്ട് ബിഹേവ് ചെയ്യുന്നത്. കാരണം ഈ ഒരു വീൽസ് എല്ലാം മിറർ ആയിരിക്കുന്നത് ഈ ഒരു ഒബ്ജക്റ്റിന്റെ പൊസിഷന്റെ ബേസിസിലാണ്. അപ്പോൾ ഈ ഒരു ഒബ്ജക്റ്റ് മാറ്റുകയാണെങ്കിൽ ഈ ഒരു മിററിങ്ങും അതിനൊപ്പം മാറ്റം വരും. അപ്പോൾ ഈ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാനായിട്ട് നമുക്ക് ഈ രണ്ട് ഒബ്ജക്റ്റ് ഒരുമിച്ച് മാറ്റേണ്ടി വരും. പക്ഷെ അത് എപ്പോഴും നമുക്കത് പറ്റണമെന്നില്ല. ഇപ്പൊ ഇത് ചെറിയൊരു സീൻ ആയതുകൊണ്ട് നിങ്ങൾക്ക് വലിയ പ്രശ്നം ഉണ്ടാവില്ല. പക്ഷെ ഇത് വലിയ വലിയ സീൻസിലോട്ട് പോകുമ്പോൾ അതൊരു വലിയ പ്രശ്നമായിട്ട് നമുക്ക് മാറും. അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു കാര്യമാണ് പാരന്റിങ്. ഈ ഒരു വീലിനെ ഈ കാറിന്റെ ബോഡിയുമായിട്ട് പാരന്റ് ചെയ്യുന്നു. പാരന്റിങ് എന്ന് പറയുമ്പോൾ സിമ്പിൾ ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആണ്. ഇപ്പൊ ഈ ഒരു കളക്ഷൻ നമുക്ക് ഓഫ് ചെയ്യാം. ഈ കൺട്രോൾ വേൾഡ് ഓപ്ഷൻ നമുക്ക് ഈ ഒരു രണ്ട് ക്യൂബ് ആഡ് ചെയ്യാം. ഇവിടെ ഞാൻ അടുത്ത് ചെയ്യാൻ പോകുന്ന ഒരു ഓപ്പറേഷൻ എന്ന് പറയുന്നത് ഡ്യൂപ്ലിക്കേഷൻ ആണ്. അതിനോട് ഷിഫ്റ്റ് ഡി പ്രസ് ചെയ്യുക. അപ്പോൾ നമ്മളുടെ സെലക്ട് ചെയ്തിട്ടുള്ള ഒബ്ജക്റ്റിന്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് നമുക്ക് എടുക്കാൻ പറ്റും. അപ്പോൾ ഷിഫ്റ്റ് ഡി പ്രസ് ചെയ്ത് നമ്മൾ രണ്ട് ക്യൂബ് പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, പാരന്റിങ് എന്ന് പറയുന്നത് സിമ്പിൾ ആണ്. ഇതിന് നമുക്ക് ചൈൽഡ് ഒബ്ജക്റ്റ് ആയിട്ടും ഇതിനെ നമുക്ക് പാരന്റ് ഒബ്ജക്റ്റ് ആയിട്ട് മാറ്റാം. അതിന് വേണ്ടിയിട്ട് ഈ ഒരു ഒബ്ജക്റ്റ് സെലക്ട് ചെയ്തതിനു ശേഷം ഈ ഒരു ഒബ്ജക്റ്റ് സെലക്ട് ചെയ്യാം. എന്നിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്തതിനു ശേഷം പാരന്റ് ഒബ്ജക്റ്റ് പാരന്റ്. അപ്പോൾ ഇനി ഈ ഒരു ഒബ്ജക്റ്റ് നമുക്ക് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും ആ ഒരു ഒബ്ജക്റ്റ് ഈ ഒരു ഒബ്ജക്റ്റിന്റെ അക്കോർഡിംഗ്ലി റൊട്ടേറ്റ് ആവുന്നത്. ഈ ഒരു ഒബ്ജക്റ്റ് എങ്ങോട്ട് മാറ്റിയാലും ഈ ഒരു ഒബ്ജക്റ്റ് അതിന്റെ കൂടെ തന്നെ പോകുന്നത് കാണാം. പക്ഷെ ഈ ഒരു ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് ചൈൽഡ് ആണ്. ഈ ഒരു ഒബ്ജക്റ്റിനെ ഫ്രീ ആയിട്ട് എവിടെ വേണമെങ്കിലും മൂവ് ചെയ്യാം. ഈ ഒരു ഒബ്ജക്റ്റ് പാരന്റ് ഒബ്ജക്റ്റ് അതിനനുസരിച്ച് മൂവ് ആവില്ല. അപ്പോൾ ഇതാണ് പാരന്റ് ചൈൽഡ് റിലേഷൻഷിപ്പ് ഇൻ 3D എൻവയോൺമെന്റ്സ്. ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആണ്. നമ്മുടെ റിയൽ ലൈഫ് സിറ്റുവേഷൻ തന്നെ നമുക്ക് നോക്കാം. നമ്മുടെ പാരന്റ്സ് എങ്ങോട്ട് പോയാലും നമ്മൾ പാരന്റ്സിന്റെ പിറകെ തന്നെ പോകും. പക്ഷെ നമ്മൾ എങ്ങോട്ട് പോയാലും നമ്മുടെ പാരന്റ്സ് പിറകെ വരണമെന്ന് നിർബന്ധമില്ല. അതാണ് ഇതിന്റെ പിറകിലുള്ള ഒരു കോൺസെപ്റ്റ്. അപ്പൊ നമുക്ക് എ കൊടുത്ത് ഡിലീറ്റ് ചെയ്യാം. എന്നിട്ട് നമ്മുടെ സീൻ പഴയതുപോലെ കൊണ്ടുവരാം. ഇനി ഈ ഒരു കേസിൽ വന്നിട്ട് നമ്മുടെ ഈ ഒരു കാർ ഒബ്ജക്റ്റ് ആണ് അവിടെ പാരന്റ്. ഈ വീൽസ് അതിന്റെ ചൈൽഡ് ഒബ്ജക്റ്റ്. അപ്പോൾ ഈ ഒരു വീല് സെലക്ട് ചെയ്തതിനു ശേഷം ഈ കാർ ഒബ്ജക്റ്റ് സെലക്ട് ചെയ്യുക. എന്നിട്ട് റൈറ്റ് ക്ലിക്ക് കൊടുക്കുക, പാരന്റ് ഒബ്ജക്റ്റ്. അപ്പൊ നമുക്ക് കാണാൻ സാധിക്കും ഈ ഒരു കാർ ബോഡി എങ്ങോട്ട് മാറിയാലും ഈ ഒരു വീല് അതിന്റെ കൂടെ വരുന്നത്. നേരെ മറിച്ച് ഈ ഒരു വീല് എങ്ങോട്ട് മൂവ് ചെയ്യാലും കാർ വരില്ല. ഈ ഒരു സിസ്റ്റമാണ് നമുക്ക് ഇപ്പോൾ വേണ്ടത്. ഇനി അടുത്ത് നമുക്ക് ഷെയ്ഡിങ്ങിലോട്ട് പോകാം. അതിന് മുന്നേ കൺട്രോൾ-S കൊടുക്കുക, സേവ് ചെയ്യുക. ഷെയ്ഡിങ് എന്ന് പറയുമ്പോൾ മെറ്റീരിയൽസ് ആഡ് ചെയ്യുക. അതിന് വേണ്ടിയിട്ട് ഷെയ്ഡിങ് വർക്ക് സ്പേസിലോട്ട് നമുക്ക് പോവാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഷെയ്ഡിങ് വർക്ക് സ്പേസ് എന്ന് പറയുന്നത്. നമ്മൾ ഷെയ്ഡ് ചെയ്യാൻ തുടങ്ങുന്നതിന് മുന്നേ അറിഞ്ഞിരിക്കേണ്ട ഒരു കോൺസെപ്റ്റ് ആണ് റെൻഡർ എൻജിൻസ്. നമ്മുടെ ബ്ലെൻഡറിൽ ബേസിക് ആയിട്ട് വരുന്ന രണ്ട് റെൻഡർ എൻജിൻസ് ആണ് ഇവിയും സൈക്കിൾസും. ഇവി എന്ന് പറയുന്നത് ഒരു ഗെയിം എൻജിനാണ്. എന്ന് പറയുമ്പോൾ ഈ ഗെയിം എൻജിൻസ് റിയൽ ടൈം എൻജിൻസ് ആണ്. ഫോർ എക്സാമ്പിൾ, നമ്മൾ ഇപ്പോ ഒരു ഒബ്ജക്റ്റ് ഈ ഒരു ഒബ്ജക്റ്റ് റെൻഡർ ആവുന്നത് ഗെയിം എൻജിനായ ഇവിയിലാണ്. നേരെ മറിച്ച് സൈക്കിൾസിലോട്ട് നമ്മൾ മാറ്റുമ്പോൾ കുറച്ചുകൂടെ റിയലിസ്റ്റിക് ആയിരിക്കും. നമ്മളെ ഗെയിംസ് ഒന്ന് ശ്രദ്ധിച്ച് നമുക്ക് മനസ്സിലാകും. ചില സമയത്ത് ആ ഒരു ഗെയിംസ് അത്ര റിയലിസ്റ്റിക് ആയിരിക്കത്തില്ല. നമ്മള് റിയൽ വേൾഡിൽ കാണുന്ന കാര്യങ്ങൾ പോലെ ആയിരിക്കില്ല ഗെയിംസിലെ കാര്യങ്ങൾ ബിഹേവ് ചെയ്യുന്നത്. നേരെ മറിച്ച് സൈക്കിൾസിൽ ഉള്ള റെൻഡറിങ് വന്നിട്ട് റിയൽ ലൈഫ് ഫിസിക്സിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ്. റിയൽ ലൈഫിൽ ലൈറ്റ് എങ്ങനെയൊക്കെയാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ള കാൽക്കുലേഷൻ സൈക്കിൾസിലുണ്ട്, പക്ഷെ ഇവിയിലില്ല. അതാണ് ഈ രണ്ട് എൻജിൻസിന് തമ്മിലുള്ള വ്യത്യാസം. സൈക്കിൾസിലുള്ള ഈ ഒരു കാൽക്കുലേഷൻ ഉള്ളത് കൊണ്ട് തന്നെ ഇതിലെ റെൻഡറിങ് കുറെ സമയം എടുക്കുന്നതാണ്. പക്ഷെ ഇവിയിൽ അത്
അപ്പൊ തന്നെ നമുക്ക് ആ ഒരു റിസൾട്ട് നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെയാണ് ഇതിനെ പറയുന്നത് റിയൽ ടൈം എഞ്ചിൻ എന്ന്. അപ്പൊ നമുക്ക് റെൻഡർ എഞ്ചിൻ മാറണമെങ്കിൽ ഇവിടെ ഒരു ക്യാമറ ഓപ്ഷൻ ഉണ്ട്. അകത്ത് നിന്ന് പ്രോപ്പർട്ടീസ് പാനലിൽ ക്യാമറ ഒരു ബട്ടൺ ഉണ്ട്. അതിനെയാണ് റെൻഡർ പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത്. അതിൽ സെലക്ട് ചെയ്തിട്ട് നമുക്ക് റെൻഡർ എഞ്ചിൻ EVയോ സൈക്കിൾസിലോ മാറ്റാൻ പറ്റും. ഇവിടെ അഡീഷണൽ ആയിട്ട് വർക്ക് ബെഞ്ച് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അത് നമുക്ക് ജസ്റ്റ് ഒരു വിഷ്വലൈസേഷന് വേണ്ടി മാത്രമുള്ള ഒരു എഞ്ചിനാണ്. അത് വളരെ വലുതായിട്ട് ഉപയോഗിക്കാറില്ല. ഈ ഒരു സൈക്കിൾസ് ഫിസിക്കലി ബേസ്ഡ് ആയിട്ടുള്ള മാത്തമാറ്റിക്സ് ഉപയോഗിച്ച് വർക്ക് ചെയ്യുന്നത് കൊണ്ടാണ് ആ ഒരു എഞ്ചിൻ ഏറ്റവും കൂടുതൽ VFXന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. ആ ഒരു എഞ്ചിൻ ഉപയോഗിക്കുമ്പോൾ നമുക്ക് റിയലിസ്റ്റിക് ആയിട്ടുള്ള റിസൾട്ട്സ് നമുക്ക് കിട്ടും. ഇപ്പൊ നമ്മൾ ഉപയോഗിക്കുന്നത് EV റെൻഡർ എഞ്ചിനാണ്. അതാകുമ്പോൾ നമുക്ക് ഫാസ്റ്റ് ആയിട്ടുള്ള റിസൾട്ട്സ് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഷെയ്ഡിങ് തുടങ്ങുമ്പോൾ നമുക്ക് ആ ഒരു വർക്ക് സ്പേസ് തുടങ്ങുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു വ്യൂ ആണ് കാണുന്നത്. ഇവിടെ നമുക്ക് സൈഡിൽ കാണാം, ഇത് ഫയൽ എക്സ്പ്ലോററും ഇമേജ് വ്യൂവറും ഇത് മെറ്റീരിയൽസ് ആഡ് ചെയ്യുന്ന മെറ്റീരിയൽ നോഡ് എഡിറ്ററും നമ്മുടെ സീൻ പ്രോപ്പർട്ടീസും ഔട്ട്ലൈനറും ഇവിടെ ഉണ്ട്. അത് എല്ലാ ഒരു വർക്ക് സ്പേസിലും ഈ രണ്ട് പാനൽസ് ഇവിടെ കാണും. നമ്മുടെ ഇപ്പോഴത്തെ ഈ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് ഈ രണ്ട് പാനൽസും നമുക്ക് ഇവിടെ ആവശ്യമില്ല. അതിന് ഇപ്പോൾ നമുക്കത് കളയണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിന്റെ ബോർഡറിലോട്ട് കർസർ വയ്ക്കുമ്പോൾ നമ്മുടെ കർസർ മാറുന്നത് നമുക്ക് കാണാൻ പറ്റും. ഈ ഡബിൾ ഹെഡഡ് ആയി മാറുന്നത് കാണാം. ഇപ്പോൾ റൈറ്റ് ക്ലിക്ക് കൊടുക്കുക, എന്നിട്ട് ജോയിൻ ഏരിയസ് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഒരു ആരോ നമുക്ക് കാണാൻ സാധിക്കും. ആ ആരോ ഇതിലോട്ട് ഡ്രാഗ് ചെയ്ത് വച്ചതിന് ശേഷം ലെഫ്റ്റ് ക്ലിക്ക് കൊടുക്കുക. അപ്പോൾ രണ്ടും ഒന്നായി. അതേ സെയിം കാര്യം നമുക്ക് ഇവിടെയും ചെയ്യാൻ പറ്റും. അപ്പോൾ കുറച്ചുകൂടെ നമുക്ക് സ്പേസ് കിട്ടുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇത് കുറച്ച് മുകളിലോട്ട് വെച്ചതിന് ശേഷം നമുക്ക് മെറ്റീരിയൽസ് ആഡ് ചെയ്യാൻ തുടങ്ങാം. അപ്പോൾ നമുക്ക് ഈ ഒരു ഒബ്ജക്റ്റ് സെലക്ട് ചെയ്തതിന് ശേഷം നമുക്ക് രണ്ട് രീതിയിൽ മെറ്റീരിയൽസ് ആഡ് ചെയ്യാൻ പറ്റും. ഈ ഒരു ഒബ്ജക്റ്റ് പ്രസ് ചെയ്ത് നമുക്ക് പ്രോപ്പർട്ടീസ് പാനലിൽ സെക്കൻഡ് ലാസ്റ്റ് ഓപ്ഷൻ ആയിട്ട് മെറ്റീരിയൽ പ്രോപ്പർട്ടീസ് സെലക്ട് ചെയ്യാം. അങ്ങനെ നമുക്ക് മെറ്റീരിയൽസ് ആഡ് ചെയ്യാം. അല്ലെങ്കിൽ ഷെയ്ഡിംഗ് വർക്ക് സ്പേസിൽ ഇങ്ങനെ വന്നും നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. ഈ ഒരു നോഡ് എഡിറ്ററിലാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ ഫ്രീ ആയിട്ടും സിമ്പിൾ ആയിട്ട് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും മെറ്റീരിയൽസ്. ഈ നോഡ് എന്ന് പറയുന്നത് ഈ ഒരു ഒബ്ജക്റ്റിനെ നമ്മളിവിടെ നോഡ് എന്ന് പറയുന്നത്. ഈ നോഡ്സ് ഉപയോഗിച്ച് നമുക്ക് വളരെ അടിപൊളിയായിട്ടുള്ള റിസൾട്ട്സ് നമുക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ഈ ഒരു കാറിന് ഒരു റെഡ് കളർ കൊടുക്കാം. അതിനിവിടെ ബേസ് കളറിൽ വൈറ്റിന്റെ ആ ഒരു ഫീൽഡിൽ പ്രസ് ചെയ്യുമ്പോൾ നമുക്ക് ഒരു കളർ വീല് വരും. അതിൽ നമുക്ക് റെഡ് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഈ ഒരു കളർ മാറുന്ന കാണാം. എന്നിട്ട് നമുക്ക് റഫ്നെസ് ചെറുതായിട്ടൊന്ന് കുറച്ചതിന് ശേഷം മെറ്റാലിക് എന്നുള്ള ഒരു ഓപ്ഷൻ സ്ലൈഡർ കുറച്ചുകൂടെ ഒരു പൊടിക്ക് കുറച്ചൊന്ന് കൂട്ടാം. ഇപ്പൊ ചെറിയൊരു ഷൈനിനെസ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. കുറച്ച് കൂടിപ്പോയി, നമുക്കൊന്ന് കുറയ്ക്കാം. ഓക്കെ. ഇനി നമുക്ക് ഗ്ലാസിന് വേണ്ടിയിട്ട് വേറൊരു മെറ്റീരിയൽ ആഡ് ചെയ്യണം. അതിന് മുന്നേ ഈ ഒരു മെറ്റീരിയലിന്റെ നെയിം ചേഞ്ച് ചെയ്യുക. അതിന് ബോഡി എന്ന് കൊടുക്കുക. ഇവിടെ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്താൽ മതി, നമുക്ക് പേര് മാറ്റാൻ പറ്റും. ഇത് നമുക്ക് എഡിറ്റ് മോഡിലോട്ട് പോവാം. ഈ ഒരു ഇവിടെ വെച്ച് തന്നെ നമുക്ക് എഡിറ്റ് മോഡിൽ പോവാം. എന്നിട്ട് ആവശ്യമുള്ള ഫേസ് സെലക്ട് ചെയ്യാം. എവിടെയൊക്കെയാണോ ഗ്ലാസ് ഉള്ളത് അവിടെയൊക്കെ ഒന്ന് സെലക്ട് ചെയ്യുക. അതിനുശേഷം ഇവിടെ സ്ലോട്ട് 1 എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്, അത് സെലക്ട് ചെയ്യുക. എന്നിട്ട് പ്ലസ് കൊടുക്കുക. അതും അല്ലെങ്കിൽ നമുക്ക് ഇവിടെ തന്നെ മെറ്റീരിയൽ പ്രോപ്പർട്ടീസിൽ തന്നെ ഇവിടെ ഒരു പ്ലസ് ഓപ്ഷൻ ഉണ്ട്, അത് സെലക്ട് ചെയ്യാം. ഇനി ഇവിടെ ന്യൂ എന്ന് കൊടുത്തതിന് ശേഷം ഇവിടെ അസൈൻ ഉണ്ട്, അത് കൊടുക്കുക. ഇവിടെ ഒരു അസൈൻ ഉണ്ട്, അല്ലെങ്കിൽ ഇവിടെ സ്ലോട്ട് 2ന്റെ അവിടെ തന്നെ ഒരു അസൈൻ ഉണ്ട്. അത് കൊടുക്കുമ്പോൾ നമ്മൾ സെലക്ട് ചെയ്ത പേജസിൽ മാത്രം പുതിയൊരു മെറ്റീരിയൽ ആഡ് ആവും. ഇനി ആ ഒരു മെറ്റീരിയലാണിത്. അതിന് വേണ്ടിയിട്ട് നമുക്ക് റഫ്നെസ് നല്ല രീതിയിൽ കുറച്ച് മെറ്റാലിക്കും കൂട്ടി കൊടുക്കുക. അപ്പോൾ നമുക്ക് അവിടെ ഒരു ഗ്ലാസ് ഫീൽ വരുന്നുണ്ട്. ഇനി നമുക്ക് ലൈറ്റ്സ് ആണ് വേണ്ടത്. ഇവിടെ രണ്ടിടം സെലക്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഇവിടെ ബാക്കാണ്, ഇത് ഫ്രണ്ട്. ഈ രണ്ട് ലൈറ്റ് സോഴ്സും സെലക്ട് ചെയ്തതിന് ശേഷം പുതിയതൊന്ന് ആഡ് ചെയ്യുക, ന്യൂ കൊടുക്കുക. ഇപ്പൊ നമുക്ക് വേണ്ടത് ലൈറ്റ്സ് ആണ്. അതിനുവേണ്ടി ഈ ഒരു പ്രിൻസിപ്പൽ നോഡ് ഡിലീറ്റ് ചെയ്യുക. അതിനുവേണ്ടി എക്സ് പ്രസ് ചെയ്യുക. എന്നിട്ട് ഷിഫ്റ്റ് എ പ്രസ് ചെയ്ത് നമുക്ക് കുറെ അധികം നോട്ട്സ് അവിടെ ഉണ്ട്, അത് നമുക്ക് ആഡ് ചെയ്യാം. ഇവിടെ വേണ്ടത് ഷെയ്ഡർ
എമിഷൻ ഷെയ്ഡർ. ഈ ഒരു എമിഷൻ ഷെയ്ഡർ ഉപയോഗിച്ച് നമുക്ക് ഒരു ലൈറ്റ് സോഴ്സ് നമുക്ക് എമിറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പൊ ഞാൻ കാണിച്ചു തരാം. ഈ ഒരു എമിഷന്റെ ഈ ഒരു അവിടെ നമുക്കൊരു ഡോട്ട്സ് കാണാൻ പറ്റും. അവിടെ ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്ത് നമുക്കൊരു വള്ളി വരുന്നത് കാണാൻ പറ്റും. അത് നമുക്ക് സർഫസിന്റെ അവിടെ ഒരു പ്ലേസ് ചെയ്യാം. എന്നിട്ട് അസൈൻ കൊടുക്കുക. നോക്കിയാൽ കാണാം അവിടെ ഒരു ലൈറ്റ് പോലെ വന്നു. അവിടെ നമുക്ക് ലൈറ്റ് വന്നിട്ടുണ്ട്. നമുക്ക് സ്ട്രെങ്ത് ഒന്ന് കൂട്ടിയെടുക്കാം. നമുക്ക് കാണാൻ സാധിക്കും ഒരു ലൈറ്റിന്റെ ബ്രൈറ്റ്നെസ് കൂടുന്നത്. കുറച്ചുകൂടെ ഒന്ന് എടുത്തറിയാൻ വേണ്ടിയിട്ട് റെൻഡറിങ് പ്രോപ്പർട്ടീസിലാവുന്ന ബ്ലൂം എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യാം. ഇതാ അപ്പം നമുക്ക് കാണാൻ സാധിക്കും അവിടെ നിന്ന് വെളിച്ചം വരുന്നത്. നമുക്ക് കൂട്ടി കൊടുത്താൽ നമുക്ക് കുറച്ചുകൂടെ അറിയാൻ പറ്റും. ഫ്രണ്ടിലത് ഹെഡ്ലൈറ്റ് ആയിട്ടുണ്ട്. ഈ ബാക്കിൽ ഇവിടെ 2 റെഡ് ലൈറ്റ്സ് ആണ് വേണ്ടത്. അതിന് വേണ്ടിയിട്ട് ബാക്ക് എമിഷൻ കൊടുത്തതിനു ശേഷം ഇവിടെ റെഡ് കൊടുക്കുക, അസൈൻ കൊടുക്കുക, ഇവിടെ രണ്ടടുത്തും ആയിട്ടുണ്ട്. ഓക്കെ, ഇവിടെ നമുക്ക് പേര് കൊടുക്കാം. ഇനി നമുക്ക് ടയറിന്റെ ഒരു മെറ്റീരിയൽ കൊടുക്കാം. അതിനുവേണ്ടി ന്യൂ കൊടുക്കുക. ടയർ ബ്ലാക്ക് റഫ്നെസ് നമുക്കൊന്ന് കുറച്ചൊന്ന് ആയതിനു ശേഷം ഓക്കെ, റെഡി. നമുക്ക് ഇനി ലേഔട്ട് ടാബിൽ വന്ന് നമുക്ക് ഈ ഒരു കാര്യം നമുക്ക് പ്രീവ്യൂ ആണല്ലോ, അതിന് മെറ്റീരിയൽ പ്രീവ്യൂ എന്നുള്ള മോഡിലോട്ട് നമുക്ക് പോവാം. ഇതാ നമ്മുടെ കാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. കാണാൻ സാധിക്കും നമുക്കിവിടെ നമ്മുടെ കാറിന്റെ എല്ലാ കളർ ലൈറ്റ്സും എല്ലാം വന്നിട്ടുണ്ട്. ഇനി അടുത്ത പാർട്ടിൽ നമുക്ക് എങ്ങനെ ഈ ഒരു കാറിന്റെ റെൻഡർ നമുക്ക് എങ്ങനെ എടുക്കാമെന്ന് ഞാൻ പറഞ്ഞു തരുന്നതാണ്. സോ അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതേപോലെ തന്നെ എൻ്റെ ഇൻസ്റ്റാഗ്രാം ID ഫോളോ ചെയ്യുക, സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു.